മൂന്നാറിൽ പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധത്തിന് തയ്യാറെടുത്ത് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും തോട്ടം തൊഴിലാളികളും 16-ാം തീയതിക്ക് മുൻപ് പുലിയെ പിടികൂടിയില്ലെങ്കിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും റോഡ് ഉപരോധവും സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഴയ മൂന്നാർ സെവൻമല പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിൽ നിരവധി തവണ കണ്ട പുലിയെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ വനംവകുപ്പ് നിയോഗിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്തു വരുന്നുണ്ടെങ്കിലും പുലിയെ കൂട് സ്ഥാപിച്ച് പിടികൂടുന്നതിന് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. 10 ദിവസത്തിനുള്ളിൽ പുലിയെ പിടികൂടണമെന്നാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചപ്പോൾ ആവശ്യപ്പെട്ടത്. ഈ കാലാവധി വരുന്ന 16-ാം തീയതി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ പുലിയെ പിടികൂടുന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. அதுக்கப்புறம் போன வாரமும் ஆள்கள் வசிக்கிற பகுதியில் வீடுகளுடைய பக்கத்திலேயே அதனுடைய கால் பாதங்கள் பதிஞ்சும் பலரும் கூப்பிட்டு சொல்லியும் ஒரு மறுநாள் ஒரு 10 சங்கம் மட்டும் வந்து அதனுடைய ஃபுட் பிரிண்ட் மட்டும் எடுத்துட்டு போயிட்டு யாதொரு நடவடிக்கையும் இதுவரை வனவகுப்பு സ്വീകരിക്കല. சம்பந்தப்பட்ட ஃபாரஸ்ட் அதிகாரிகள் அல்ல கவர்மெண்ட் உணர்ந்து பிரவர்த்திக்கணும். அந்த பெட்டிஷன் கொடுத்து ஒரு 10 நாட்கள் ஆயிடுச்சுன்னா வளர கௌரவமான ஒரு போராட்டத்தை வேண்டியது. ரோடு மறியல் உட்பட ரேஞ்சர் ஆபீஸுக்கு முன்னாடி போராட்டம் சக்தமான அந்த வார்டில் உள்ள ஆண் பெண் குழந்தை உൾപ്പെടെ ശക്തമായ പോരാട്ടത്തെ വേണം. നാട്ടുകാർ ഭീതിയിൽ കഴിയുന്നത് സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം ഫവ്യ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനടക്കം കത്ത് നൽകിയിരുന്നു. നടപടി വൈകിയ സാഹചര്യത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പരാതി നൽകുകയും ചെയ്തു. എന്നിട്ടും പുലിയെ പിടികൂടുവാൻ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും നിരീക്ഷണം മാത്രമാണ് നടക്കുന്നതെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സിറ്റി വിഷൻ മൂന്നാർ.